ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബറോസിന് ആശംസകളുമായി നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എത്തുന്നു. മമ്മൂക്ക തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിൽ കുറിച്ചിട്ട വാക്കുകൾ: ഇത്ര കാലം അഭിനയസിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിൻ്റെ ആദ്യ സിനിമ സംവിധാന സംരംഭമാണ് ബറോസ്. ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു. പ്രാർത്ഥനകളോടെ സസ്നേഹം, സ്വന്തം മമ്മൂട്ടി. ബറോസ് എന്ന മോഹൻലാൽ ചിത്രം നാളെ റിലീസിനിറങ്ങുകയാണ്. പക്ക 3Dയിൽ വരുന്ന ഒരു മാസ്മരിക വിസ്മയ ചിത്രം എന്ന് തന്നെയാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാനുള്ളത്. 50 വർഷത്തെ മോഹൻലാലിൻ്റെ അഭിനയ പരിചയം, സിനിമ ഫീൽഡിലുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം, ഒരു സംവിധായകൻ്റെ മേൽക്കുപ്പായമെടുത്ത് അണിയുമ്പോൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നതും ഈ ഒരു ഘടകം തന്നെയാണ്. അദ്ദേഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലെജൻഡുകളിൽ ഒരായ മോഹൻലാൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. വെട്ടും കുത്തും തട്ടും തടയുമുള്ള സിനിമകളല്ല, എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തണം. അതുതന്നെയാണ് നമുക്ക് ബറോസിൽ കാണാൻ കഴിയുന്നത്. ഇത് പൂർണ്ണമായും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3D സിനിമ. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു 3D സിനിമ മലയാളത്തിൽ അരങ്ങേറിയത്. വീണ്ടും 40 വർഷം എടുക്കുന്നു അതേപോലെ മികച്ച ഒരു സിനിമയ്ക്ക് വേണ്ടി. മോഹൻലാൽ അഭിനയിക്കുന്ന ബറോസ് എന്ന ചിത്രം പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടി 3Dയിൽ മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രമാണ്. സാധാരണ 2Dയിൽ ചെയ്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയല്ല. പൂർണ്ണമായും 3Dയിൽ ചെയ്ത വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള പിന്നണി പ്രവർത്തകരുള്ള, അതേപോലെ എഡിറ്റിംഗ് മുതൽ എല്ലാ സംഭവങ്ങളിലും വിദേശീയർ ഉൾപ്പെടെയുള്ള മികച്ച ആളുകൾ പങ്കെടുത്ത ഒരു ചിത്രം തന്നെയാണ്. സിനിമയുടെ ഓരോ വിഷ്വലും അമ്മാതിരി ക്വാളിറ്റി നൽകുന്നതുമാണ്. ഇതിൻ്റെ 2 സോങ്ങുകൾ പുറത്തിറങ്ങിയപ്പോൾ എത്ര മനോഹരമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയപ്പെട്ടതാണ്. എന്താണെങ്കിലും ഇവിടെ മമ്മൂക്ക ലാലേട്ടന് ആശംസകൾ നേർന്നിരിക്കുകയാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ ലാലിന് അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിന് വലിയ ഒരു വിജയം നേരുകയാണ് മമ്മൂക്ക നേരുന്നത്. എന്താണെങ്കിലും സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രീസെയിലൂടെ മാത്രം സിനിമ 1 കോടിക്ക് അടുത്ത് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. വലിയ വിജയമാകട്ടെ, വലിയ സക്സസ് ആവട്ടെ. നമ്മളുടെ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഈ ഒരു സിനിമ കൂടെ ആഡ് ചെയ്യട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.